ശ്രീ കെ പ്രേംകുമാർ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ. സർ, നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് പെൻഷനുകളൊന്നും ലഭിക്കാത്ത വിശ്വകർമ്മ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സ് കഴിഞ്ഞ പരമ്പരാഗത തൊഴിലാളികൾക്ക് പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന അനുവദിച്ചു വരുന്ന വിശ്വകർമ്മ പെൻഷൻ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2023-ൽ സാമൂഹ്യക്ഷേമ പെൻഷനുകൾക്ക് സമാനമായി 1600 രൂപയായി വർദ്ധിപ്പിക്കുകയുണ്ടായി. സംസ്ഥാനത്തെ എല്ലാ സാമൂഹ്യക്ഷേമ പെൻഷനുകളും 2000 രൂപയായി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ വിശ്വകർമ്മ പെൻഷനും 2000 രൂപയായി വർദ്ധിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. ആയതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ സബ്മിഷനിലൂടെ ആവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി. സർ, സംസ്ഥാനത്തെ വിശ്വകർമ്മ വിഭാഗത്തിലെ 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള മറ്റ് പെൻഷനൊന്നും ലഭിക്കാത്തതുമായ മരം, കല്ല്, ഇരുമ്പ്, സ്വർണം ഇത്തരം തൊഴിലേർപ്പെട്ടിരിക്കുന്ന വിശ്വകർമ്മ തൊഴിലാളികൾക്ക് 60 വയസ്സ് കഴിഞ്ഞ പരമ്പരാഗത തൊഴിലാളികൾക്ക് പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന വിശ്വകർമ്മ പെൻഷൻ അനുവദിച്ചു വരുന്നുണ്ട്. പ്രാരംഭഘട്ടത്തിൽ പ്രതിമാസം 500 രൂപയാണ് പെൻഷൻ നൽകിയിരുന്നത്. തുടർന്ന് പല ഘട്ടങ്ങളിലായി വിശ്വകർമ്മ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും 2023-ൽ സാമൂഹ്യ സുരക്ഷാ പെൻഷന് സമാനമായി 1600 രൂപയാക്കി വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. വിശ്വകർമ്മ വിഭാഗത്തിലെ അർഹതയുള്ള ഭൂരിപക്ഷം പേരും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്വീകരിക്കുന്ന സ്ഥിതിയുണ്ട്. എന്നാൽ നിലവിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പിൽ നിന്നും പെൻഷൻ വാങ്ങി വരുന്ന 285 ഗുണഭോക്താക്കൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിലവിൽ 2000 രൂപയാക്കി വർദ്ധിപ്പിച്ച സാഹചര്യത്തിൽ വിശ്വകർമ്മ പെൻഷനും സമാന വർധനവ് ബാധകമാക്കുന്ന വിഷയം സർക്കാർ പരിശോധിച്ചു വരികയാണ്. 2026 ജനുവരി മാസം മുതൽ വർദ്ധിപ്പിച്ച പെൻഷൻ നൽകുന്നതിന് നടപടി സ്വീകരിക്കുന്നതാണ്. സർക്കാർ നിലവിൽ 285 ഗുണഭോക്താക്കൾക്കാണ് വിശ്വകർമ്മ പെൻഷൻ അനുവദിച്ചു വരുന്നത്. പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് മുഖേന നടപ്പിലാക്കി വരുന്ന വിശ്വകർമ്മർക്കുള്ള പെൻഷൻ പദ്ധതിക്ക് 2025-26 സാമ്പത്തിക വർഷം 50 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. സർ.